അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉഷാറായിട്ട് സലാം അടക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا ومولانا مرشدنا مربنا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما أنتم حريص عليكم بالمؤمنين رؤوف رحيم. قال الله عز وجل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد أشرف الأعراب والعجم محمد خير من يمشي على قدمي. مولاي وركنا سلنا مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد بسيط المغروف جامعه محمد صاحب الإحسان والكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. صلى الله على محمد صلى الله عليه وسلم. وركن چلنا صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ. വർക്കനാമി പറ. പടച്ചോനെ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ റബ്ബേ. ഞങ്ങളെ നാട്ടില് അധികരിച്ചു വരുന്ന ക്യാൻസർ എന്ന മഹാമാരി സ്വലാത്തിന്റെ ഈരടികളെ കൊണ്ട് അനുഭൂതി തീർക്കുന്ന പച്ചക്കുപ്പക്ക് തായ മുത്തമിട്ടുറങ്ങുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് റാഹത്ത് നൽകണേ അല്ലാഹ്. മുഴുവൻ ആളുകൾക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. ആമീൻ പറ. ഒരു ബയോ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കും കാണാം ആ രോഗം. നൽകല്ല റബ്ബേ, നൽകല്ല റബ്ബേ.
നൽകല്ല റബ്ബേ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. വളരെ റാഹത്തുള്ള മജ്ലിസ് അല്ലേ? വളരെ റാഹത്തുള്ള മജ്ലിസാണ്. നമ്മുടെ ഉസ്താദുമാര് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നിരുന്നു, അൽഹംദുലില്ലാ. അന്ന് ഒരു കുട്ടിക്കാണ് ടോപ്പ് പ്ലസ് കിട്ടിയത്. ഇന്ന് 3 കുട്ടികൾക്ക് ടോപ്പ് പ്ലസിനുള്ള സ്വർണ്ണ മെഡലടക്കം ഇവിടെ സമ്മാനിച്ചു, അൽഹംദുലില്ലാ. അല്ലേ? 9 കുട്ടികൾ. അന്ന് 9 അന്ന് 9 പഠിച്ചോനെ. അങ്ങനെ അല്ലാഹ് എന്തോ ഒരു നല്ല മദ്രസാണ്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ദീനീ വിപ്ലവത്തിന്റെ ചാരുത തീർത്ത, മടവില്ല തീർത്ത ഉസ്താദുമാരുടെ ഇൽമിനെ നീ പ്രകാശപൂരിതമാക്കണേ റബ്ബേ. ഉസ്താദുമാരെ നീ ഖബൂലാക്കണേ റബ്ബേ. വിനയത്തിന്റെ വിസ്മയം തീർക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കമ്മിറ്റി ഭാരവാഹികൾ, ഈ ഉള്ളവനെ എപ്പോഴും ക്ഷണിക്കാറുള്ള ബഹുമാനപ്പെട്ട ഫൈസൽ സാഹിബ് ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. എല്ലാത്തിനും സഹായ സഹകരണത്തിന്റെ നിറപറ്റാത്ത കേദാരമായി മാറിയ ബഹുമാനപ്പെട്ട നവാസ് ഉൾപ്പെടെയുള്ള ഉമറാഇന്റെ സദസ്സ് കൊണ്ട് പുളകിതമാകുന്ന മജ്ലിസ് അല്ലാഹു കബൂലാക്കട്ടെ. എല്ലാത്തിനും ഉപരി നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ ഹൃദയാന്തരങ്ങളിൽ മനുഷ്യ മനസ്സിന്റെ മായാമഞ്ചലിൽ ഒരിക്കലും മറക്കാത്ത സ്വാലിഹീങ്ങളുടെ ഉറവിടം ബഹുമാനപ്പെട്ട ഉപ്പമാരുള്ള മജ്ലിസ് സ്വീകരിക്കണേ റബ്ബേ. തീർന്നില്ല ഒരിക്കലും മായാത്ത മനുഷ്യ മനസ്സിന്റെ മായാമഞ്ചലിൽ സ്നേഹത്തിന്റെ നിറവറ്റാത്ത തുള്ളിത്തുളുമ്പാത്ത കേദാരങ്ങളായ ഉമ്മമാരുള്ള മജ്ലിസ് സ്വീകരിക്കണേ റബ്ബേ. ഒരിക്കലും തഹജ്ജുദ് ഒഴിവാക്കാത്ത എത്രയോ മനുഷ്യരുള്ള മജ്ലിസ് തീർന്നില്ല. സ്വലാത്തുകളെ കൊണ്ട് നീല മേഘങ്ങൾക്കിടയിൽ നിന്ന് മലക്കുൽ അംലാക്ക് ജിബ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറന്ന് താഴെ വന്നുകൊണ്ട് അവരുടെ കരങ്ങളെ കൊണ്ട് ചിറകുകളെ കൊണ്ട് ഈ സദസ്സിനെ അലങ്കൃതീതമാക്കുന്ന മജ്ലിസാക്കണേ റബ്ബേ. അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ ഉമ്മമാരെ, എന്തിനാ അതൊക്കെ നടക്കുക? ഇനി നല്ല പാട്ടിന്റെ ഈരടികളെ കൊണ്ട് നമ്മളെ ത്രസിപ്പിക്കുകയും ഹബീബിനോടുള്ള ഹബ്ബിന്റെ അടങ്ങാത്ത ദാഹികളായി മാറ്റുന്ന വലിയൊരു മാഷപ്പിന്റെ ഗ്യാങ് തന്നെ ഇത് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. കണ്ണീരൊലിപ്പിച്ച് ഹൃദയം കലങ്ങി കണ്ണീരിൽ നിന്നും ജിന്ദഗി ഹോ മരാ പർവാൻ കെ സൂറത്ത് യാ റബ്ബ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശിഖുർ റസൂലായി മാറിയ ബഹുമാനപ്പെട്ട അല്ലാമ ഇഖ്ബാലിന്റെ പദ്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ കുട്ടികൾ ഇവിടെ ചൊല്ലാൻ വേണ്ടി പോവുകയാണ്. ഇൻഷാ അല്ലാഹ് മഹാനായ റസൂലുള്ളാഹിന്റെ വസന്തം നമ്മൾ നിന്ന് അകലുമ്പോ ഹൃദയത്തിൽ ഒന്നും കൂടി ഊട്ടുറപ്പിക്കണം റസൂലുള്ളാഹിനോടുള്ള ഹബ്ബ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മജ്ലിസൊക്കെ നമ്മൾ നടത്തുന്നത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, നമ്മളെ സ്വീകരിക്കണേ റഹ്മാനെ. കഴിഞ്ഞ പ്രാവശ്യം ബിശ്റുദ്ദീൻ എന്ന് പറയുന്ന സഹോദരൻ രോഗങ്ങളെ കൊണ്ട് വേദന കൊണ്ട് പൊളഞ്ഞു നിന്ന സമയത്ത് നമ്മൾ ദുആ ചെയ്തു. ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായി അൽഹംദുലില്ലാഹ് ഇന്ന് സുഖമുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ പോലെ ജോലിക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടപ്പോ ഒരിക്കലെങ്കിലും എന്റെ മനസ്സ് പറഞ്ഞത് ഈ മജ്ലിസ് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റാത്ത വലിയൊരു മജ്ലിസാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഒന്നില്ലെങ്കിൽ ഒരു സ്വാലിഹിന്റെ സാന്നിധ്യം, അല്ലെങ്കിൽ 40 സ്വാലിഹീങ്ങൾ ഒരുമിച്ച് കൂടിയ മജ്ലിസില് അദൃശ്യനായ നമ്മളൊക്കെ നോക്കിക്കാണുന്ന നിമിഷങ്ങളെ കൊണ്ട് മുഴുവൻ ആളുകളെയും നോക്കിക്കാണുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ ബഹുമാനപ്പെട്ട
ഖളർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദുആ ചെയ്യാൻ നമ്മൾ പോവുകയാണ്. അല്ലാഹു തആല കബൂലാക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഉള്ള മജ്ലിസ് മുഴുവൻ നടത്തുന്നതിന്റെ തേജോ വികാരം, ഈ മജ്ലിസ് നടത്താനുള്ള കാരണം ഒന്നേ ഉള്ളൂ. 1000 ഘാതമപ്പുറത്ത് മന്ദമാരുതന്റെ ആ സുഗന്ധമേറ്റുകൊണ്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത ഹബ്ബ് ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ടാണ് ഈ മജ്ലിസൊക്കെ നടക്കുന്നത്. ദഫ് മുട്ട് ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹിന്റെ പാട്ട് പാടുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ അവിടുത്തെ സ്വഹാബികൾ, അവിടുത്തെ അൻസാരികൾ പാടാൻ തുടങ്ങി. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സാനിയാതിൽ വദാഇ തുടങ്ങുന്ന പാട്ടുകളെ കൊണ്ട് മന്ദമാരുതനെ സ്വീകരിച്ചോ, ദഫും മുട്ടിക്കൊണ്ട് സ്വീകരിച്ചോ. പല ആളുകളും അന്നത്തെ കാട്ടറബികളായ ആളുകൾ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് റസൂലുള്ളാഹിനെ പുകഴ്ത്തിയിട്ട് പാട്ട് പാടിയിട്ട് ദഫ് മുട്ടിയപ്പോ ഇളം പുഞ്ചിര കൊണ്ട് അതിനെ എതിരേറ്റ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മളെ തെളിവ്. അതാണ് ദഫ് മുട്ട് എന്നുള്ളത്. ഇന്ന് ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ പ്രാവശ്യം നടന്നു. വരും കാലങ്ങളിൽ ഉഷാറായിട്ട് നടക്കും. അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ റബ്ബേ. തീർന്നില്ല, ഈ മജ്ലിസ് അതിനെ ഉദാത്തമാക്കണേ റബ്ബേ. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരേ ഒരു കാര്യമാണ്, അത് ഹബ്ബ് മാത്രമാണ്, ഇഷ്ടമാണ്, കാതലാണ്, പ്രണയമാണ്. അടങ്ങാത്ത ആശിക്കീങ്ങളുടെ സ്നേഹത്തിന്റെ കേദാരമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഹബീബിനോടുള്ള സ്നേഹം മാത്രമാണ് ഇതിനൊക്കെ ഉദാത്ത്. എങ്ങനെ സ്നേഹിക്കണം റസൂലുള്ളാഹിനെ? എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? ഒരേ ഒരു ഹബീബിനെ സ്നേഹിച്ചൊരു കഥയുണ്ട്. ആരാണെന്നറിയുമോ? നിങ്ങൾ കേട്ടതാണെങ്കിലും ബർക്കത്തിന് വേണ്ടി ഒന്ന് ശ്രവിക്കണേ. നിങ്ങളെ കർണപടങ്ങളിൽ ഞാനൊരു കാര്യം പറയാൻ പോവുകയാണ്. ആരെ കുറിച്ചെന്നറിയുമോ? സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. സൗബാൻ ഒരിക്കൽ മന്ദമാരുതനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. സൗബാനെ കണ്ടതും ഹബീബ് ചോദിക്കുകയാണ്, അല്ലയോ സൗബാൻ, നിങ്ങളിങ്ങനെ വിഷമിക്കാൻ കാരണം എന്താണ്? നിങ്ങൾ മെലിഞ്ഞു പോയിട്ടുണ്ടല്ലോ, നിങ്ങളെ ശരീരം മെലിഞ്ഞു പോയിട്ടുണ്ടല്ലോ, എന്താ നിങ്ങളെ ടെൻഷൻ എന്താണ് എന്ന് ഹബീബ് ചോദിച്ചപ്പോ കുറച്ച് സങ്കടം ചാലിച്ചതായ പുഞ്ചിരിയോടുകൂടെ അവിടുന്ന് പറയുകയാണ്, നബിയേ നബിയേ, ഞങ്ങൾക്ക് വിഷമമാണ് നബിയേ. തങ്ങളെ വിട്ടു പോകുമ്പോ, തങ്ങളെ ക്ലാസ്സിൽ നിന്ന് പോകുമ്പോ, സാന്നിധ്യത്തിൽ നിന്ന് പോകുമ്പോ ഹൃദയാന്തരങ്ങൾ പടക്കുന്ന നബിയേ. ഈ ദുനിയാവിൽ ഒരു സ്വഹാബിയാകാൻ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. നാളെ ആഖിറത്തിൽ നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ എന്നെയും കൂട്ടുമോ നബിയേ? എന്നെയും കൂട്ടുമോ നബിയേ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്നേഹത്തിന്റെ മുന്നിൽ ഇരു കരങ്ങളും നീട്ടിയിട്ട് പറയുകയാണ്, അല്ലയോ അല്ലയോ സ്വഹാബാ സൗബാൻ, നിങ്ങളും എൻ്റെ കൂടെ സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. ഇത് കിട്ടാൻ കാരണം എന്താ? ഇഷ്കാണ്, പ്രണയമാണ്, ഹബ്ബാണ്. ഹബ്ബ് വെച്ചപ്പോ അല്ലാഹു തആല അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹിന്റെ കൂടെ കൂട്ടി.
നമ്മളാണ് പറയേണ്ടത്, എൻ്റെ പൊന്നുമ്മ, എൻ്റെ പൊന്നുപ്പ, ഇതുവരെ ഹബീബിനെ കാണാത്തവരാ നമ്മൾ, ഹബീബിനെ ഒന്ന് കാണാത്തവരാ നമ്മൾ, ഹബീബിനെ ഒരു വട്ടമെങ്കിലും നഗ്നനയനങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്തവരാ നമ്മൾ, ഹബീബിനെ ആസ്വദിക്കാത്തവരാ നമ്മളാണ് പറയേണ്ടത്, നബിയേ നബിയേ. എങ്ങനെ പറയണം? അമിൻ തദക്കുറുജി റനിം ബിദി സലമി മസജ്ദദം മഞ്ചറാ അതുപോലെ കരഞ്ഞുകൊണ്ട് പറയണം. എങ്ങനെയാ കരഞ്ഞത്? കരഞ്ഞ് കണ്ണിൽ നിന്നും വരുന്നത് കണ്ണുനീരല്ല പൊന്നുമ്മ, പൊന്നുമ്മ, പൊന്നുപ്പ, കണ്ണുനീരല്ല വരുന്നത്. കണ്ണുനീരിന്റെ കൂടെ ഉപ്പ് രസമല്ല വരുന്നത്. പിന്നെന്താ വരുന്നറിയുമോ? ആ രക്തം ചാലിട്ടൊഴുകുന്ന, രക്തത്തിന്റെ മണമുള്ള, രക്തത്തിന്റെ കളറുള്ള കണ്ണീരാണ് ഒലിച്ചു വരുന്നത്. ഒരു മെഹബൂബ് പാടിയത്, ഒരു ആഷിഖ് പാടിയതാണ്. അതുകൊണ്ട് പറഞ്ഞു വരുന്നത് അല്ലാ ആയിഷ്കോട് കൂടി നമുക്ക് റസൂലുള്ളാഹിനോട് പറയാൻ കഴിയണം. എന്തെന്നറിയുമോ? നബിയേ നബിയേ, ഈ ഭൂമിയിൽ തങ്ങൾ ശറഫാക്കപ്പെട്ട തങ്ങളുടെ കാൽപദങ്ങൾ, ആ പദങ്ങളിൽ മദീനയിൽ നടക്കുമ്പോ ആ പാദങ്ങളിൽ ഒട്ടിപ്പിടിച്ച മണൽത്തറി പോലും ആകാൻ കഴിയാത്ത ഹതഭാഗ്യനായ ഞങ്ങൾക്ക് തരുമോ? നാളെ ആഖിറത്തിൽ ഒരു സീറ്റ്, നാളെ സ്വർഗത്തിൽ തങ്ങളോടുകൂടി ഒരു സീറ്റ് നൽകുമോ എന്ന് നമുക്ക് ചോദിക്കാൻ കഴിയണം. അങ്ങനെ ഇഷ്ക് വെക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇഷ്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലേ, നമ്മളെ സംസ്ഥാന മാഷപ്പ് തുടങ്ങാൻ പോകുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ അതെന്താകും? വൈകിപ്പോകും. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല. ഒരു സ്വലാത്തിന്റെ ഫളല് മഹാനായ അത് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് നമ്മൾ കടക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലേ, എന്തേ മദ്രസയുടെ പ്രസിഡന്റ്, PTA പ്രസിഡന്റ് അല്ലേ, മദ്രസന്റെ പ്രസിഡന്റ് സുഖല്ലാതെ കിടക്കുകയാണ്. ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഇവിടെ കേൾക്കുന്നുണ്ട് ഞങ്ങളല്ലേ, അവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ആരെ കിടക്കണം? സലീം എന്ന് പറയുന്ന സഹോദരൻ ഇവിടെ കിടക്കുന്നുണ്ട്. എല്ലാം രോഗികളാണ്. പടച്ചറബ്ബേ, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് പരിപൂർണമായ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. ആമീൻ പറ. ആജിലായ ശിഫ നൽകണേ റബ്ബേ, ആജിലായ ശിഫ നൽകണേ റബ്ബേ. നാളെ ഈ സമയമാകുമ്പോ നമ്മളൊക്കെ രോഗികളാകൂല, എന്താണ് ഉറപ്പ്? അതുകൊണ്ട് ഉഷാറായി ഈ സ്വലാത്തിന്റെ ഒരു ദുആ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹിന്റെ മദ്ഹ് കേട്ടിട്ട് രോഗം വന്നെങ്കിൽ വന്നോട്ടെ അല്ലേ. മദ്ഹ് കേട്ടിട്ട് ഉറങ്ങിയില്ല, രോഗം വരികയാണോ? വന്നോട്ടെ. കാരണം റസൂലുള്ളാഹിയുള്ള ആയിഷക്ക് ഇഷ്ക് നമുക്കുണ്ടാകണം. അല്ലാഹു തആല റാഹത്ത് നൽകട്ടെ. അത് കഴിഞ്ഞിട്ടേ പോകാവൂ. നമ്മുടെ നല്ല കുട്ടികളുടെ ചടുലമായ നീക്കങ്ങൾ ഇൻഷാ അല്ലാഹ് പാലായി തേനായി ഈ നാടിനെ പുളകം കൊള്ളിക്കുമ്പോൾ നമ്മളൊക്കെ അവിടെ ഉണ്ടാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മഹാനായ ഹസനുൽ ബസ്രി തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹോദരി വരികയാണ്. തങ്ങളെ, എൻ്റെ മോള് മരണപ്പെട്ടു പോയി. തങ്ങളെ, എൻ്റെ മോള് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഞാനൊരു സ്വപ്നം കണ്ടു. തങ്ങളെ, എന്താ സ്വപ്നം കണ്ടത്? ഖബറിൽ ഭയാനകമാണ്. ഖബറിങ്ങനെ കത്തുന്നുണ്ട്. അവളെ തീ കത്തുന്ന കട്ടിലിൽ കെട്ടിയിട്ടുണ്ട്. ചെങ്ങല തീയിനാലുണ്ടാക്കിയതാണ് തങ്ങള്. അവളിങ്ങനെ ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞ് പൊളയുന്നുണ്ട് തങ്ങള്. ഹസനുൽ ബസ്രി തങ്ങള് അവിടുന്നൊരു
ഒരു സ്വലാത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു സ്വലാത്ത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ആ സ്ത്രീ വീണ്ടും വരികയാണ്. തങ്ങളെ എന്നെ ഓർമ്മയുണ്ടോ, എന്നെ ഓർമ്മയുണ്ടോ തങ്ങളെ? തങ്ങൾ പറഞ്ഞു, ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു, ഇല്ല ഇല്ല, അനേകായിരം ആളുകൾ വരുന്നതല്ലേ, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ പറഞ്ഞു, എൻ്റെ മോള് മരണപ്പെട്ടിരുന്നു. ആ സമയം കണ്ട സ്വപ്നങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ എന്താ നിന്റെ മകളുടെ അവസ്ഥ എന്താണ് ഖബറിലെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ തന്ന സ്വലാത്തുണ്ടല്ലോ, നിങ്ങൾ പറയാൻ ഉരുവിടാൻ തന്ന ആ മന്ത്രധ്വനിയുണ്ടല്ലോ, സ്വലാത്തുണ്ടല്ലോ, അത് ചൊല്ലിയിട്ട് ചൊല്ലി ഞാൻ എൻ്റെ മോളെ സ്വപ്നം കണ്ടു. നല്ല സ്വർഗത്തിന്റെ മലർവാട് പോലെ സുഗന്ധമുള്ള ഖബറ് പോലെ, സ്വർഗം കൊണ്ട് അലങ്കൃതമായ ഖബറ് പോലെ ഞാൻ കണ്ടു നബിയെ, ഞാൻ കണ്ടു തങ്ങളെ. ഞാൻ നിങ്ങളോട് പറയുന്നത് എത്ര കാലം കിടക്കണം ഖബറിൽ? 100 വർഷം പഴക്കമുള്ള ഖബറില്ലേ? 100 വർഷം പഴക്കമുള്ള ഖബറില്ലേ? ഇല്ലേ? എന്താ മുണ്ടാത്ത്? ഇല്ലേ? 100 വർഷം ഇല്ലേ? 200 വർഷം പഴക്കമുള്ള ഖബറില്ലേ? കാസർഗോഡ് ഇസ്ലാമിന്റെ ശീതള തീരത്തേക്ക് ഈ മലയാള മനസ്സിനെ ക്ഷണിക്കാൻ വേണ്ടി വന്ന മാലിക് ദിനാറും സംഘവും കടക്കാൻ തുടങ്ങിയത് എത്ര കാലായി? എത്ര വർഷമായി കടക്കാൻ തുടങ്ങിയിട്ട് ഖബറിലെ? ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കും? ഒന്ന് പറ, ഭൂമിയിൽ എത്ര കാലം ജീവിക്കും? കുറച്ചു കാലം ജീവിക്കും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി? ഈ സമയം മരിച്ചാൽ, എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ ഈ സമയം മരിച്ചാല് നമ്മളെ കൊണ്ടുപോയിട്ട് ഖബറിൽ വെക്കും. പിന്നെ കിയാമത്തോളം ആ ഖബറിലാണ്. അവിടെ ബാബുജി കളിക്കുവോ? ബാബുജി അല്ല, എന്താ പറയാ? പബ്ജി കളിക്കോ? അവിടെ ഗെയിമുണ്ടോ? ഒന്ന് പറ ചങ്ങായിമാരെ, ഒന്നും ഉണ്ടല്ലോ. അവിടെ വാട്സപ്പ് ഉണ്ടോ? വാട്സപ്പിൽ ഇങ്ങനെ മറിഞ്ഞെന്ന് പറഞ്ഞാൽ മതി, ആ ചങ്ങായി ശരിയല്ല, ഈ ചങ്ങായി ശരിയല്ല, വന്നിട്ട് വെച്ച് കഴിഞ്ഞു അല്ലേ? അവിടെ ഉണ്ടോ? ഖബറിലുണ്ടോ? ഫേസ്ബുക്കിൽ ലൈവ് ഇടാൻ ഖബറുണ്ടോ? എന്താ മുണ്ടാത്തു? ഉണ്ടോ? അവിടെ ഉണ്ടോ? ഇല്ല പൊന്നുമ്മ, ഈ നിമിഷം നിന്റെ ശ്വാസം നിലച്ചാൽ, പൊന്നുപ്പ ഈ ശ്വസിക്കുന്ന വായു ഒന്ന് തടഞ്ഞു പോയാൽ നീ ഖബറിലാണ്, ഞാനും നിങ്ങളും ഖബറിലാണ്. കാലാകാലം ആ ഖബറിൽ കടക്കണം. എന്നാൽ ഖബർ രക്ഷപ്പെടണോ? മുഹമ്മദ് മുസ്തഫ എന്താ മുണ്ടാത്ത്? അർശിന്റെ താഴെ ഒരു പീഠമുണ്ട്. എല്ലാ പ്രവാചകന്മാരും ആ ഹീറോയെ കാത്തു നിൽക്കും. എല്ലാ പ്രവാചകന്മാരുടെയും പ്രാർത്ഥന കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബിഗ് ഹീറോന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാതോർക്കുന്ന നാളത്തെയുടെ സഭ വരാനുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ നേതാവ് മുഹമ്മദ് മുസ്തഫ. ഉറക്കനെ സലാത്ത് എല്ലണം. ഒരിക്കലും കളവ് പറയാത്ത ആമിനാന്റെ മുത്തുമോൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്വഹാബിഹി വസല്ലം. തങ്ങളെ ആ സ്വലാത്ത് നിങ്ങളെ വർദ്ധിപ്പിച്ചോ, ദുനിയാവിലുള്ള കടങ്ങൾ തീരും, പ്രശ്നങ്ങൾ തീരും. നാളെ ആഖിറത്തിന്റെ ഏറ്റവും വലിയ വീടായ ആദ്യത്തെ വീടായ ഖബർ സുന്ദരമാകും. നാളെ മഹ്ശറ മൻസബയിൽ ചാണുമേലെ സംശുദ്ധിച്ചു നിൽക്കുമ്പോ അവിടെ ഒരാൾ വരാനുണ്ട്. അവിടെയും ഇടപെടാൻ ഒരാൾക്ക് അവകാശമുള്ളൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ആ തങ്ങളുടെ പേര് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക തസ്ലീമ, ജീവിതം റസൂലുള്ളാഹിക്ക് അനുധാവനം ചെയ്യുക.
റസൂലുള്ളാഹി ഓരോ കാൽപ്പാടുകളിലും റസൂലുള്ളാഹിനെ എന്താകുക കൊണ്ട് നടക്കുക. അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. ഈയുള്ള മജ്ലിസുകളിലൊക്കെ നിങ്ങൾ സാമീപ്യവും സഹകരണവും അതുപോലെ തന്നെ മറ്റും നൽകി നിങ്ങൾ ഇതുവരെ സ്നേഹിച്ചതുപോലെ മരണം വരെ സ്നേഹിക്കുക. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മറക്കും. കഴിഞ്ഞ കാലങ്ങളിൽ സഹായിച്ചവരെ നീ സഹായിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന ഏതെങ്കിലും ഉസ്താദ് വന്ന് പ്രാർത്ഥിച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ രക്ഷപ്പെട്ടു. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ഒരുപാട് പരിപാടി നടക്കാനുള്ളത് കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുന്ന ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടി മുഹമ്മദ് സഫ്വാൻ എന്ന് പറയുന്ന കുട്ടി വയറ്റിൽ ക്യാൻസർ ബാധിച്ചുകൊണ്ട് നമ്മളെ നാട്ടിൽ കിടക്കുന്നുണ്ട്. അല്ലാഹുവേ, കഴിഞ്ഞ പ്രാവശ്യം നെഞ്ചുരുകി ഞങ്ങൾ ദുആ ചെയ്തു. ഇന്നും ഞങ്ങൾ പറയുന്നു, ഖാലിഖായ റബ്ബേ, നീ പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളെ മക്കൾക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. നല്ല ആത്മാർത്ഥപരമായിട്ട് ആമീൻ പറയണം. അല്ലാ അല്ലാ നീ ശിഫ നൽകണേ, അല്ലാ നീ ശിഫ നൽകണേ റബ്ബേ. റഹ്മാനായ അല്ലാ, ഒരു ഓപ്പറേഷനും കൂടാതെ ഒരു മരുന്നും കൂടാതെ ശിഫയാക്കാൻ കഴിയുന്ന ഷാഫിയായ കാഫിയായ മുആഫിയായ അല്ലാ, അജ്ലായ ശിഫ നൽകണേ അല്ലാ. ഒരു സഹോദരി 1000 രൂപ പറഞ്ഞിട്ടുണ്ട് രോഗം മാറി കിട്ടാൻ വേണ്ടി. ഓപ്പറേഷന് അല്ലേ സജ്ജമായി നിൽക്കുകയാണ്. അത് പടച്ച റബ്ബേ, ഓപ്പറേഷന് കൂടാതെ ശിഫ നൽകാൻ നീ തൗഫീഖ് നൽകണേ റബ്ബേ. ഒരു സഹോദരൻ 500 രൂപ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, രോഗം മാറി കിട്ടാനുണ്ട് പടച്ച റബ്ബേ. മരിച്ചവർക്ക് നീ അവരുടെ ഖബറിനെ സ്വർഗ്ഗ സുഗന്ധമാക്കണേ റബ്ബേ. രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. ഒരു സഹോദരി 500 രൂപ ദുആ ചെയ്യാൻ എന്തുണ്ട് അതൊക്കെ നീ കബൂലാക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ നീ റാഹത്ത് നൽകണേ അല്ലാ. തങ്ങളെ ദുആ ചെയ്യേണ്ട മരണപ്പെട്ടുപോയ പിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം, സ്വർഗം നൽകണേ അല്ലാ. എനിക്ക് നടുവേദന 2 വർഷമായി, വേദന സഹിക്കാൻ പറ്റുന്നില്ല. പടച്ച റബ്ബേ, ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്താൻ കഴിയുന്ന ഖാലിഖായ റഹ്മാനെ, അജ്ലായ ശിഫ നൽകണേ റഹ്മാനെ. അതുപോലെ നല്ലൊരു ജോലി പറഞ്ഞിട്ടുണ്ട് പടച്ച റബ്ബേ, നീ അതാണ് ഖൈറെങ്കിൽ അത് എത്തിക്കുകയും അതിനേക്കാൾ വലിയ ഖൈർ നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. മരണപ്പെട്ടുപോയ ഉപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യാൻ എനിക്ക് ശരീരമാകെ വേദനയാണ്. ദുആ ചെയ്യാൻ വേണ്ടി ഒരാൾ ദുആ കൊണ്ട് 500 രൂപ തന്നിട്ടുണ്ട്. പടച്ച റബ്ബേ, നീ ശിഫ നൽകണേ റഹ്മാനെ. അതുപോലെ മരണപ്പെട്ടുപോയ ഭർത്താവിനും മകനും മകൾക്കും വേണ്ടി ദുആ ചെയ്യാൻ 300 രൂപ തന്നിട്ടുണ്ട്. അവിടെയൊക്കെ എല്ലാ വിഷമങ്ങളും ഉഖറവിയും ദുന്നവിയുമായ മുഴുവൻ കാര്യങ്ങളും നീ സലാമത്തായി കൊടുക്കണേ അല്ലാ. അതുപോലെ മജ്ലിസുന്നൂറിലേക്ക് ഒരു വ്യക്തി 5000 രൂപ രോഗശമനത്തിന് വേണ്ടി തന്നിട്ടുണ്ട്. മക്കളുടെ ജോലിയിൽ ബറക്കത്തുണ്ടാകാൻ അല്ലാഹുവേ, രോഗം ശിഫയാക്കാൻ കഴിയുന്നവൻ നീയാണ്. ഞങ്ങൾക്ക് ദുആ ചെയ്യുക എന്ന് ഞങ്ങൾക്ക് കഴിയുള്ളൂ. നീ ശിഫ നൽകണേ റഹ്മാനെ. മക്കളുടെ ജോലിയിലൊക്കെ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഒരു സഹോദരി 250 രൂപ തന്നിട്ടുണ്ട്, കബൂലാക്കണേ റഹ്മാൻ. ഒരു സഹോദരി 500 രൂപ തന്നിട്ടുണ്ട് ദുആ ചെയ്യാൻ. ഒരു സഹോദരി 1000 രൂപ തന്നിട്ടുണ്ട്, നീ കബൂലാക്കണേ റഹ്മാനെ. അതേപോലെ സബീലുൽ ഹുദ ദഫ് സംഘത്തിന്റെ കുറച്ച് സഹോദരിമാർ സംഖ്യ കുറച്ച് സഹോദരിമാർ കുറച്ച് സംഖ്യ തന്നിട്ടുണ്ട് ദുആ ചെയ്യാൻ വേണ്ടി. ഈ സംഘത്തെ പെട്ട ആളുകളാ നാട്ടിലുള്ള സഹോദരിമാർ. അൽഹംദുലില്ലാഹ്. സബീലുൽ ഹുദ ദഫ് സംഘത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ്. ആ കുട്ടികള് ഉറക്കില്ലാതെ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടതിന് നിങ്ങൾ നൽകിയ ഈ തുകയുണ്ടല്ലോ, അത് ചെറുതല്ല. ഈ സഹോദരിമാര് അവരുടെ പേരും നാടും തറവാടും അറിയുന്ന റബ്ബേ, ഈ ആകാശം മുഴുവൻ കാണുന്ന റഹ്മാനെ, ഭൂമി മുഴുവൻ കാണുന്ന റഹ്മാനെ, പരിപൂർണമായ റാഹത്ത് നൽകണേ റഹ്മാൻ. എന്താ സബീലുൽ ഹുദ ദഫ് സംഘം ഇവിടെ ഉണ്ടോ? എല്ലാരും വരിക. നിങ്ങൾ എത്ര ആളുണ്ട്? 15 ആളുണ്ടോ? ഇതിൽ എത്ര റുപ്യ ഉണ്ടാവും? 6000 റുപ്യ ഉണ്ട്. അപ്പൊ എത്ര റുപ്യ വേണ്ടി വരും? ബാക്കി എനിക്ക് കൂട്ടാനാണ്. ഇത് അതിൽ ചേർത്ത് കേട്ടോ. പിന്നെ എല്ലാവരുടെ പരിപാടി കൂടെ ബാക്കി ഉണ്ടെങ്കിൽ കൂട്ടാൻ. അല്ലാഹു റാഹത്താകട്ടെ. സഹോദരിമാർക്ക് വേണ്ടി റെഡിക്ക് പ്രസിഡന്റും സെക്രട്ടറിയും കൊടുക്കാണ്ട്. നിങ്ങൾ നിഷ്കളങ്കളായതുകൊണ്ട് നമുക്ക് തരികയാണ്. അല്ലാഹു തആല കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നീ ദുആയിലേക്ക് കടക്ക്. അല്ലാഹു ഖൈറിലാക്കട്ടെ. ഉഷാറോടെ കളിക്കട്ടോ ഇൻഷാ അല്ലാഹ്.
ഹമീദ് കുറ്റ്യാടി കുറ്റ്യാടി ഹമീദ് കുറ്റ്യാടി എന്നവര് ഇന്നലെ വഫാത്തായിട്ടുണ്ട്. പടച്ചറബ്ബേ ഖബർ ആദ്യ രാത്രി കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും. പടച്ചറബ്ബേ സ്വർഗ സമാനമാക്കണേ റഹ്മാൻ. അങ്ങനെ ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് കടി തന്നവർ, ചായ തന്നവർ, ഉസ്താദുമാർക്ക് ഉസ്താദുമാർക്ക് നിങ്ങൾക്ക് ചോറിട്ടല്ലേ? അൽഹംദുലില്ലാ. ഉഷാറ. ഞാൻ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ട് 2 ഉഷാറ. ഒന്ന് നിങ്ങളെ പേരെന്താ? അബ്ദുള്ള. ഇന്ന് അബ്ദുള്ളാഖാന്റെ വീട്ടിലും കഴിഞ്ഞ പ്രാവശ്യം അബ്ദുള്ളാഖാന്റെ മകളെ വീട്ടിലും അർഷാദിന്റെ വീട്ടില് മകളല്ലേ? അല്ല. ഇടക്കൊക്കെ ഒരു തെറ്റ് പറ്റണം, എന്നാലും നിങ്ങൾ ഉറക്കത്തുനിന്ന് എണീക്കുള്ളൂ. അള്ളാഹു റാഹത്താകട്ടെ. അപ്പോ ഈ 2 വീട്ടുകാർക്കും അത് നിങ്ങൾക്കൊക്കെ തരാൻ ആഗ്രഹം ഉണ്ടാകും. അള്ളാഹു താല നിങ്ങളത് ഒക്കെ റാഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. തന്നവർക്കൊക്കെ തരാൻ നെയ്യത്തുള്ളവർക്കൊക്കെ അള്ളാഹു റാഹത്ത് നൽകട്ടെ. ഈ ഉസ്താദുമാരെ സ്നേഹിക്കുന്ന എനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാവരെയും പിടിച്ച് ആദരിക്കുക, സ്നേഹിക്കുക. ഈ ഉസ്താദുമാർക്ക് എത്ര സന്തോഷം. അൽഹംദുലില്ലാ. അള്ളാഹു തആല കബൂലാക്കട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിച്ചിട്ടുണ്ട്, ഇറച്ചി സംഭാവന ചെയ്തിട്ടുണ്ട്. മരിച്ചുപോയവർക്ക് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹുവേ അവർക്കൊക്കെ നീ റാഹത്ത്. ഇനി ദ്വാരക്കട്ടെ. 150 കിലോ എല്ലാരും കൂടിയിട്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലേ അൽഹംദുലില്ലാ. ഒരുപാട് പേര് 150 കിലോ 180 കിലോ ഇറച്ചി എല്ലാവരും കൂടിയിട്ട് എടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ. ഉണ്ടോ? ഇതാണ് കമ്മിറ്റി. ഒരാളും വിട്ടുപോയിട്ടില്ല. ആ നവാസിനെ തീരെ വിട്ടുപോകരുത്. എവിടെ? അള്ളാഹു റാഹത്താകട്ടെ. അല്ലേ? നമ്മളെ കുട്ടികൾക്ക് സ്വർണ്ണൊക്കെ അല്ലേ മൂപ്പരനല്ലേ? അള്ളാഹു കബൂലാക്കട്ടെ. കൊടുക്കാൻ ഞങ്ങൾക്കും നീ വിധിയാകണേ റബ്ബേ. സമ്പത്ത് ഞങ്ങൾക്ക് തരണേ റബ്ബേ. അതിന് ഭയങ്കര വേണം, കൊടുക്കണം, നല്ല തരും. അള്ളാഹു കബൂലാക്കട്ടെ. അപ്പൊ 180 കിലോ 180 കിലോ എത്രയായി? ഇത് കണക്കും അറിയില്ല. ഏത് സ്കൂളിലാ പോയത്? 1 കിൻഡലും 80 കിൻഡലും. അല്ലാ. അപ്പൊ 1 കിൻഡലും 80 കിലോനും. പോത്തിറച്ചിയോ കോയിറച്ചിയോ? മാനിറച്ചിയൊന്നുമല്ല, പോത്തിറച്ചി തന്നെ. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു തആല കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് ഇനിയൊന്നുമില്ലല്ലോ. സുലൈമാൻ സലീം ദുആ ചെയ്യാൻ വേണ്ടി ഇൻഷാ അല്ലാഹ്. ഇനി ദ്വാരന്നൂടെ മാഷപ്പിന്റെ കുട്ടികളൊക്കെ വിളിച്ചറിഞ്ഞ കുട്ടികളുടെ പോയാ? ഇനി വരൂലേ? വരും. അപ്പൊ അത് തയ്യാറായി നിൽക്കുക. 5 മിനിറ്റ്. അതാ സുലൈമാൻക്ക നമ്മുടെ പള്ളിയിലൊക്കെ ഭയങ്കര സജീവമായിരുന്നു, എല്ലാത്തിലും ഇടപെടുന്ന മനുഷ്യന്. അല്ലാ, ഇന്നും 6 മണ്ണിലാണ്, പെട്ടെന്ന് മരിച്ചു പോയതാണ്. സ്വർഗം നൽകണേ റബ്ബേ. അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ നഗരി അല്ലേ? മർഹൂം TM സുലൈമാൻ നഗർ അല്ലേ? അല്ലാഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ദുആയിലേക്ക് കടക്കുകയാണ്. നമ്മൾ വണ്ടിയും കെട്ട് കൊടുത്തോളൂ, കേറാൻ പോവാ ഇൻഷാ അല്ലാഹ്. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു. പിന്നെ കുറെ ലൈവിൽ കാണുന്നവരുണ്ട്, കുറെ സഹോദരിമാരുണ്ട്, ലൈവിൽ കാണുന്നവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു തആല കബൂലാക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. മജ്ലിസ് നൂർ ചൊല്ലിയ മജ്ലിസാണ്. കൈരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി പിടിച്ചോളൂ. അല്ലാഹു തആല കബൂലാക്കട്ടെ. കുട്ടികളെ ഒന്ന് ആമീൻ പറയണേ. ഇൻഷാ അല്ലാഹ് ആമീൻ എടുക്കുന്ന കുട്ടികൾക്ക് എല്ലാ പരീക്ഷയിലും അല്ലാഹു തആല വിജയം നൽകട്ടെ. മറിയമ്മ തൊട്ടടുത്ത വീട്ടില് മറിയമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് മരിച്ചത് അന്ന് മരിച്ച ഇപ്പൊ മരിച്ച അതൊരു മരണവാർത്തയായിട്ട് അറിയിക്കട്ടോ. മറിയമ്മ എന്നവര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. തുരുത്തി ഇവിടെ അടുത്ത നമ്മളെ തുരുത്തിയ അല്ല, അത് വേറെ തുരുത്തി. ഇൻഷാ അല്ലാഹ് എന്തായാലും അള്ളാഹു തആല സ്വർഗം നൽകട്ടെ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ ഫീഹി അലാ കുല്ലി ഹാൽ. ഹംദൽ ആബിദീന ഹംദൽ ശാകിരീൻ. ഹംദൽ ആരിഫീന ഹംദൽ ശാകിരീന ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات تغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. രാജാതിരാജനായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയതായ മജ്ലിസുൻ നൂറിനെ സ്വീകരിക്കണേ റബ്ബേ. യാസീരിനെ സ്വീകരിക്കണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ മദ്ഹിനെ സ്വീകരിക്കണേ അല്ലാഹ്. പാവങ്ങളാണ് റഹ്മാനെ, പാവങ്ങളാണ് അല്ലാഹ്, ദോഷികളാണ് അല്ലാഹ്, അറിവില്ലാത്തവരാ അല്ലാഹ്. എൻ്റെ മുന്നിൽ കൈനീട്ടാൻ പോലും അർഹത ഞങ്ങൾക്കില്ല റഹ്മാനെ. അത്രയും പാപം ചെയ്തു പോയവരാ അല്ലാഹ്. അച്ചോനെ, ഈ മണ്ണിൽ കിടക്കണമെന്ന ബോധമില്ലാതെ ചെറുതും വലുതുമായി ഞങ്ങൾ ചെയ്ത പാപങ്ങൾ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ തൗബ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ തൗബ കബൂലാക്കണേ അല്ലാഹ്. പാപങ്ങളോടുകൂടി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. എൻ്റെ ശിക്ഷയും നീ നൽകുന്ന രോഗവും ഞങ്ങൾക്ക് തടയാൻ കഴിയൂല റഹ്മാനെ. ഞങ്ങൾക്ക് ഒരിക്കലും അശക്തരാണ് റഹ്മാനെ. ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനെ. ആഫിയത്ത് കൊണ്ട അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. മുറാദുകൾ ഹാസുലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ മുഴുവൻ സലാത്തിനെയും ഞങ്ങളുടെ ഹബീബ്, ഞങ്ങളുടെ പുന്നാര ഹബീബ്, ഞങ്ങളിതുവരെ കാണാത്ത ഹബീബ് സ്വപ്നത്തിൽ കാണിക്കണേ റഹ്മാൻ. സ്വപ്നത്തിൽ കാണിക്കണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് തൗഫീക്ക് നൽകണേ അല്ലാഹ്. ആ ഹബീബിൻ്റെ ഹദ്റത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഒരിക്കലെങ്കിലും ഉംറ ചെയ്യാൻ ഹബീബിൻ്റെ ചാരയെത്താൻ തൗഫീക്ക് നൽകണേ റഹ്മാൻ. ഒരു വട്ടോ രണ്ടു വട്ടമൊക്കെ പോയിട്ടുണ്ട്, ഇനിയും മതി വരുവോളം പോകാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾക്ക് മുതലാണൊന്നും കഴിവൊന്നുമില്ല, ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാൻ. നിസ്കരിക്കാനുള്ള മനസ്സ് തരണേ റബ്ബേ. ഞങ്ങളെ മനസ്സ് നിഷ്കളങ്കമാക്കണേ റഹ്മാൻ. ഒരു കുറ്റോ പോരോ ഇല്ലാതെ ജീവിക്കാൻ തൗഫീക്ക് നൽകണേ റഹ്മാൻ. ഒരാളെയും കുറ്റം പറയാതെ കരങ്ങളെ കൊണ്ട് ഉപദ്രവിക്കാതെ ജീവിക്കാൻ തൗഫീക്ക് നൽകണേ റഹ്മാൻ. നാളെ ആഖിറത്ത് ഞങ്ങൾ ചെയ്ത അമലുകൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഗതിയിലാക്കല്ല റഹ്മാൻ. ഒന്നും ചെയ്തിട്ടില്ല, ചെയ്തതൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാൻ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ പൊന്നുമ്മാക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മരിച്ചു കിടക്കുന്ന ഞങ്ങളെ പൊന്നുമ്മാക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ പൊന്നുമ്മമാർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന വീടുകളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. എത്തിച്ചു കൊടുക്കണേ മന്നാനെ. ഒരു നരകത്തിലിടല്ല റഹ്മാനെ. നരകത്തിന്റെ കബറാക്കല്ല റഹ്മാൻ. സ്വർഗത്തിന്റെ ലംഘുന്ന ഒളിയുന്ന കബറാക്കണേ റബ്ബേ. ഞങ്ങൾക്ക് താങ്ങായി നിന്ന ഞങ്ങളെ ഉപ്പമാർക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. ഭർത്താവ് മരണപ്പെട്ടു പോയ ഭാര്യമാർ ഞങ്ങളെ മജ്ലിസിലുണ്ട്, അവരുടെ ഭർത്താക്കന്മാർക്ക് സ്വർഗം കൊടുക്കണേ റബ്ബേ. ഞങ്ങൾ ഈ ഇരിക്കുന്ന പല ആളുകളുടെയും ഭാര്യമാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്, സ്വർഗം നൽകണേ അല്ലാഹ്. പള്ളിയെ സ്നേഹിച്ചവരുണ്ട്, ഞങ്ങളെ ഈ കാണുന്ന പരിപാടികളിലൊക്കെ സ്നേഹിച്ചവരും സഹായിച്ചവരും ആരുടെ മണ്ണിൽ മണ്ണ് തിന്നുകൊണ്ടിരിക്കുന്നു, പുഴു തിന്നുകൊണ്ടിരിക്കുന്നു. പടച്ചോനെ സ്വർഗമാക്കണേ റഹ്മാനെ, സ്വർഗമാക്കണേ ദയ്യാനെ. ക്യാൻസർ രോഗികളുള്ള നാടാ ഞങ്ങളെ നാട്. ഞങ്ങളെ നാടിനെ നീ രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെ നാടിനെ നീ രക്ഷിക്കണേ റഹ്മാനെ. ഒരു മോന് സഫ്വാൻ എന്ന് പറയുന്ന മോന് ഇന്ന് രോഗിയാണ്. പടച്ചോനെ, ആ മോനിക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. കരളുരുകി ഞങ്ങൾ ദുആ ചെയ്യുന്നു, ശിഫ നൽകണേ അല്ലാഹ്. അങ്ങനെ ഞങ്ങൾ പല ആളുകളും രോഗികളാണെന്ന് ഇവിടെ പറയണ കേട്ടു. ഏകദേശം 3-4 ആളുകളുടെ പേര് പറഞ്ഞു, ആരും പേര് പറയണില്ല. പടച്ചോനെ, അജിലായി ശിഫ നൽകണേ അല്ലാഹ്. അജിലായി ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കൊന്നും അങ്ങനത്തെ രോഗം നൽകല്ല റഹ്മാനെ.
ഞങ്ങൾക്കൊന്നും അങ്ങനെയുള്ള രോഗം നൽകല്ല മന്നാനെ. ക്യാൻസർ നൽകല്ല റഹ്മാനെ, ട്യൂമർ നൽകല്ല അല്ല, പുഴുത്ത് നരക്കുന്ന രോഗം നൽകല്ല അല്ല, നാറുന്ന രോഗം നൽകല്ല അല്ല, ജനങ്ങൾ വെറുക്കുന്ന രോഗം നൽകല്ല അല്ല. പഠിച്ചോനെ, ഭാര്യയും മക്കളും ഇണകള് പറയുന്ന ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ അങ്ങനെയുള്ള രോഗത്തിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ല. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ജനങ്ങളെ വിഷമിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ മന്നാനെ. ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. മക്കള് മരിക്കുന്ന ഇന്ന് ഞാൻ സജിപ്പയിൽ പോയപ്പോ ആ സജിപ്പ ഉസ്താദിന്റെ ആ നീർച്ചയുടെ മുഴുവനും ഒരു സഹോദരനാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മോന് ഖത്തറിന്ന് അറ്റാക്കായി മരിച്ചു. സ്വർഗം നൽകണേ റഹ്മാൻ. ഞങ്ങൾ പല ഉമ്മമാരുടെയും ഭർത്താക്കന്മാര് ഗൾഫിലാണ്, മക്കള് ഗൾഫിലാണ്. മരിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം അവസ്ഥയിലാക്കല്ല റഹ്മാൻ. ഒരുപാട് കാലം കാണാൻ തൗഫീക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങള് ഈ മക്കൾക്ക് പുസ്തകം വാങ്ങിക്കൊടുക്കുന്ന, ഈ മക്കളെ നോക്കുന്ന ഒരുപാട് ഉപ്പമാര്, ആ മക്കളെ നീ യതീമീങ്ങളാക്കല്ല റഹ്മാനെ. അവർക്ക് നീ ഖൈർ നൽകണേ അല്ല. ഈ നല്ല സദസ്സിലേക്ക് ഇറച്ചി തന്നവരുണ്ട്, 150 കിലോന് ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ തന്നതാണ്. കബൂലാക്കണേ റഹ്മാനെ. കഴിഞ്ഞ പ്രാവശ്യം 9 ടോപ്പ് പ്ലസിനും ഇന്ന് 1-2 A+നൊക്കെ ടോപ്പ് പ്ലസിനൊക്കെ ഞങ്ങൾക്ക് സ്വർണം തന്ന സഹോദരൻ, പേര് പറയണ്ടെന്ന് പറഞ്ഞു, ഞങ്ങൾ പറയും. നീ പഠിച്ച റബ്ബേ എല്ലാ മേഖലയിലും നീ ഖൈർ നൽകണേ അല്ല, സന്തോഷം നൽകണേ അല്ല. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത സഹോദരന്മാരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഈ ഉസ്താദുമാരെ ബഹുമാനിക്കാൻ കാണിച്ച ഈ മനസ്സുണ്ടല്ലോ പഠിച്ച റബ്ബേ നീ കബൂലാക്കണേ റഹ്മാനെ. ഈ മക്കളെ ഓരോ മക്കളല്ല പഠിപ്പിക്കുന്നത്, നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നത്. പലരും മെയിൻറ്റെയിൻ ചെയ്യൂല, പൈസ കുറച്ചേ ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെ 20-30 ഒക്കെ വാങ്ങും. നമ്മൾ ഉസ്താദന്മാര് 10-11 ആക്കാൻ ചോദിച്ചാൽ നമ്മളെ കണ്ണൂർ. പക്ഷെ അവരുടെ വീടിന്റെ അകത്തളങ്ങളിൽ കരയുന്ന കരച്ചില് കേട്ടല്ലോ നിങ്ങൾ. നമ്മൾ പറയുന്നത് തരം താഴ്ത്തിയിട്ടല്ല, അവരെ പരിഗണിക്കുന്നുണ്ട്. നമ്മളെ കുട്ടികളെ ദീൻ പഠിപ്പിക്കുന്ന മക്കളാക്കുന്ന ഈ ഉസ്താദുമാരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അവർ ഇൽമിൽ ബർക്കത്ത് നൽകണേ അല്ല, കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അല്ല. എത്രയോ ഉസ്താദുമാർ രോഗികളാണ്, ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങൾ ഈ കാണുന്ന ഉമ്മമാര് മറക്കൂല പടച്ചറബ്. ഈ ഉമ്മമാരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. റസൂലുള്ളാഹിനെ കണ്ടിട്ടല്ലാതെ അവരെ മരിപ്പിക്കല്ല റഹ്മാനെ. ഈ കാണുന്ന ഉപ്പമാരെ സ്വർഗത്തിന്റെ നടും കഷ്ണങ്ങളാക്കണേ റഹ്മാനെ. നീ കബൂലാക്കണേ റഹ്മാനെ. ഖബർ കടക്കുമ്പോ മക്കള് വന്നിട്ട് ഒരു യാസീനെങ്കിലും ഓതാനും മനസ്സുള്ള മക്കളാക്കണേ അല്ല. വ്യാഴാഴ്ച രാത്രി ഖബറാളികൾ സന്തോഷിക്കും. നാളെന്റെ അതിഥികൾ വരും, എൻ്റെ പൊന്നുമോൻ വരും. എങ്ങനെ നൊന്ത് പ്രസവിച്ച പൊന്നുമോൻ എന്നെ കാണാൻ വരും. ആര്? ഖബർ കടക്കുന്ന പൊന്നുപ്പ. പല ആളുകളും മറന്നുപോയി, പക്ഷെ അവരിങ്ങനെ എപ്പോഴും ഓർക്കും. അങ്ങനെയുള്ള എപ്പോഴും വരുന്ന മക്കളാക്കണേ റഹ്മാനെ. അള്ളാഹനെ ചീത്ത പറയുന്ന യുക്തിവാദികളാക്കല്ല അല്ല. റസൂലുള്ളാഹിനെ മോശമാക്കുന്ന യുക്തിവാദികളാക്കല്ല അല്ല. പഠിച്ചവന് നല്ല ഇൽമുള്ള മക്കളാക്കണേ അല്ല. കഞ്ചാവും കള്ളും കുടിച്ചിട്ട് സമൂഹത്തിൽ മൊത്തം പ്രയാസപ്പെടുത്തുന്ന മക്കളാക്കല്ല റഹ്മാനെ. നീ സ്വീകരിക്കണേ അല്ല. ഫലസ്തീനിന്റെ മക്കള് അല്ലേ, 7 ദിവസം പ്രായമായതായ കുഞ്ഞ് ബോംബ് പൊട്ടിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് വെക്കുന്ന സൈനികന്റെ ഫോട്ടോ. സുബ്ഹാനല്ലാഹ്, നീ സ്വർഗം നൽകണേ റബ്ബേ. ചെറിയ മക്കൾ 7 വയസ്സായ 7 ദിവസം പ്രായമായതായ കുഞ്ഞിനെ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് ഡോക്ടർ പറയാണ് മരിച്ചിട്ടുണ്ട്. ആ ഡോക്ടർ എന്നെ കരഞ്ഞു പോകുന്നു. പടച്ചോനെ, ഞങ്ങളെ മക്കളെ നീ കാക്കണേ റഹ്മാനെ. ഫലസ്തീനിക്ക് നീ റാഹത്ത് നൽകണേ റഹ്മാനെ. എത്രയോ ഉപ്പമാര് മരിച്ചു കൊണ്ടിരിക്കുന്നു, എത്രയോ 3000-ഓളം. പടച്ച റബ്ബേ, അവിടെ നീ സമാധാനം നൽകണേ റഹ്മാനെ, റാഹത്ത് നൽകണേ റഹ്മാനെ. ആ ഈമാൻ നൽകണേ അല്ലാ, തഖ്വ നൽകണേ അല്ലാ, വറാഅ് നൽകണേ അല്ലാ. എല്ലാ മേഖലയും നീ സന്തോഷം നൽകണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഈ പാവപ്പെട്ട തങ്ങളെ എല്ലാ സമയത്തും വിളിക്കുന്ന നമ്മളെ ഫൈസല് അവിടെ ആഫിയത്ത് കൊടുക്കണേ റഹ്മാൻ. ഭക്ഷണം തന്നവർക്ക് നീ റാഹത്ത് നൽകണേ അല്ലാ. എല്ലാ മേഖലയിലും ഞങ്ങളോട് സഹകരിക്കുന്ന ഈ ബന്ധുമിത്രാദികളെക്കാളും സ്നേഹമുള്ള ഈ നാട്ടുകാരെ നീ കബൂലാക്കണേ റഹ്മാൻ. കടങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. നിങ്ങളൊക്കെ ദുആ ചെയ്യും, ഉമ്മക്കും ഉപ്പാക്കൊക്കെ വേണ്ടി ദുആ ചെയ്യും.
അള്ളാഹു നമ്മൾക്ക് റാഹത്തിലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ വിരമിക്കുകയാണ്. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് സ്വലാത്ത് ദുആന്റെ സ്വലാത്താണ്, പിരിഞ്ഞു പോകാനുള്ള സ്വലാത്തല്ല. ഇൻഷാ അല്ലാഹ് നല്ല മാശപ്പ് കുട്ടികളൊക്കെ പാടിക്കഴിഞ്ഞ് അവസാനത്തെ നിസ്കാരം നടക്കാണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബ്. അവസാനം എണീറ്റ് പോകുന്നവർക്ക് പടച്ച റബ്ബേ അർശിന്റെ തണൽ നീ നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും.